ഞാനിങ്ങനെ ഈ ചാപ്പൽ ജോലി എടുക്കുമായിരുന്നു, ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ ചാപ്പലിൽ ചെയ്യുമ്പോൾ എനിക്കൊരു ഇതുണ്ട്, എല്ലാം ഒരുപോലെ ഇരിക്കണം. പാത്രവും ഇത് പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ റോസ് കളറാണേ റോസ്, നീല കളറാണേ നീല, അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ ഒരു ചെറിയ സിസ്റ്റർ പള്ളിയിൽ കയറിയപ്പോൾ ആ എന്താ പറയുക, ഗ്ലോബ് പൊട്ടിപ്പോയി. അവൾ ചെന്ന് അവൾ ഓടിച്ചെന്ന് മദറിനോട് പറഞ്ഞു, മദറെ എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലോബ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഗ്ലോബാണ്. അപ്പോൾ മദർ പറഞ്ഞു, ചെല്ല് ചെന്ന് സിസ്റ്റർ ബ്ലസ്സിയോട് പറയും, ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അവൾ ഓടി ചോദിച്ചു, സിസ്റ്റർ എൻ്റെ കയ്യിൽ നിന്നൊരു ഗ്ലോബ് പൊട്ടി. ഏതാ? ഇന്ന ഗ്ലോബ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരില്ല സിസ്റ്റർ, നല്ല ഗ്ലോബാണ്. സാരില്ല മോളെ, ഒരെണ്ണം പൊട്ടിയാലല്ലേ നമുക്ക് വീണ്ടും മേടിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ആ കൊച്ചന്ന് ഒരു പക്ഷെങ്കിൽ എൻ്റെ മുഖത്തും ദൈവത്തെ കണ്ടുണ്ടാവും. കാരണം അവൾ ഒത്തിരി വഴക്ക് ഞാൻ അത്യാവശ്യം ചൂടാകുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ. ഈശോയൊക്കെ ചെയ്തതുപോലെ അല്ല നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മളെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ പതറി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവരെന്നെ വഴക്ക് പറഞ്ഞ് ഒന്നും കൂടെ മുറിപ്പെടുത്തരുത്. അവിടെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കരുണയോടെ ഒന്ന് മുഖത്തേക്കൊന്ന് നോക്കി ഒന്ന് ചിരിച്ച്, സാരമില്ല മോനെ, സാരമില്ല മോളെ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് നിങ്ങളിൽ കാണുന്നത് ദൈവത്തിൻ്റെ മുഖമാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാനായിട്ട് പറ്റണം. അതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ മക്കളെ ആയാലോ, ഭർത്താവിനെ ആയാലും, ഭാര്യ ആയാലോ, ഇപ്പോൾ അറിയാലോ, കറിയൊക്കെ വെച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും കറിയൊക്കെ വെച്ച് വരുന്നത്. പക്ഷെ ചിലപ്പോൾ ഇത്തിരി ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ എന്താ പറയുക? അതുപോലെ തന്നെ രാവിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞു പോയി വല്ല തിരക്കിലും വിട്ട് ഭർത്താക്കന്മാർ മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിലോ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപ്പോൾ അവിടെയൊക്കെ ഒന്ന് മുഖത്ത് നോക്കിയിട്ട് സാരില്ല എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ കൊച്ചു ജീവിതത്തിലൂടെ നമ്മൾ നമ്മുടെ മുഖത്ത് ദൈവത്തെ കാണിക്കുന്നത്.